കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലയാണ് കളരിപ്പയറ്റ്. മനസ്സും ശരീരവും ഏകാഗ്രമാക്കുക എന്നതാണ് കളരിപ്പയറ്റ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ABC മലയാളത്തിനോടൊപ്പം ഉള്ളത് കളരിപ്പയറ്റ് ആചാര്യൻ SRD പ്രസാദ് ആണ്. അദ്ദേഹം നിരവധി വർഷമായി കളരിപ്പയറ്റിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമിയുടെയൊക്കെ പുരസ്കാര ജേതാവാണ്. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത്, കളരിപ്പയറ്റിന് നൽകിയ സമഗ്ര സംഭാവനയുടെ പുറത്ത്. അപ്പൊ സാറെ, ABC മലയാളത്തിലേക്ക് സ്വാഗതം. ബോധിധർമ്മൻ, അതായത് ചൈനയിലേക്ക് ഈ കുങ്ഫു പോലുള്ള മാർഷ്യൽ ആർട്സിൽ കളരിപ്പയറ്റിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് കേൾക്കുന്നുണ്ട്. ബോധിധർമ്മൻ തമിഴ്നാട്ടിൽ നിന്ന് പോയി അദ്ദേഹം അവിടെ ഷാവോലിൻ ടെമ്പിൾ ചൈനയിൽ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കളരിപ്പയറ്റാണ് അവിടെ കരാട്ടയായി അല്ലെങ്കിൽ കുങ്ഫു ആയി മാറിയത്. ആദ്യത്തെ അത് ഇതാണല്ലോ, ജുജൂട്സു എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കലകളൊക്കെ ആയി മാറിയത് കളരിപ്പയറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള രേഖകളൊന്നും നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ആയിരിക്കാം. സാറേ, നമ്മുടെ നാട്ടില് ഇന്ന് യുവാക്കളൊക്കെ കൂടുതലും അട്രാക്റ്റഡ് ആയിരിക്കുന്നത് ജിംനേഷ്യത്തിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജിംനേഷ്യം ഒക്കെ കാണാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് നിലവില് എന്തിനാണ് നമ്മൾ കളരിപ്പയറ്റ് പഠിക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്നത്തെ ഒരു ആധുനിക കാലത്ത് എന്താണ് അതിന്റെ ഒരു പ്രസക്തി? അത് ഈ ജിംനേഷ്യത്തിൽ പോകുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല, നല്ലതാണ്. ജിംനേഷ്യം അത് ബോഡി ബിൽഡിങ്ങിനാണ്. ഓരോരോ പാർട്ട്, ചിലപ്പോൾ ബൈസെപ്സ് നന്നാക്കണം, അല്ലെങ്കിൽ ഈ 6 കട്ട്സ് വരണം, അല്ലെങ്കിൽ നല്ല ചെസ്റ്റ് ലൈൻ വേണം. അങ്ങനെയുള്ള ഓരോ ഭാഗത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജിംനേഷ്യത്തിൽ പോകുന്നത്. ബോഡി ബിൽഡിംഗ് ആണ് അതിന്റെ ലക്ഷ്യം. പക്ഷെ കളരിപ്പയറ്റ് ബോഡി ബിൽഡിംഗ് അല്ല, ശരിക്ക് ടോണിങ് അപ്പ് ഓഫ് ദ ബോഡിയാണ്. എല്ലാ മസിൽസും, എല്ലാ ബോൺസും, എല്ലാ ജോയിന്റ്സും ടോണപ്പ് ചെയ്യുന്ന ഒരു വലിയ ഒരു ഡിസിപ്ലിനാണ് കളരിപ്പയറ്റ്. അത് കൂടാണ്ട് റിഫ്ലക്സസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അനിച്ഛാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ, അത് ആയുധ പ്രയോഗങ്ങൾ കൊണ്ട് അനിച്ഛാ പ്രവർത്തനം ഡെവലപ്പ് ചെയ്യും. അത് സ്വിമ്മിങ് ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ല എക്സസൈസാണ്, എല്ലാ ഭാഗത്തിനുള്ള എക്സസൈസ്. മേ ബി കളരിപ്പയറ്റ് അതിന്റെ ജസ്റ്റ് നെക്സ്റ്റ് ടു ദാറ്റ് എന്ന് ഞാൻ പറയും. ജിമ്മിൽ പോകുന്ന പോലെ അല്ല. കളരിപ്പയറ്റിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ ഒരു ഇതിനെപ്പറ്റി സാറിനൊന്ന് പറയാം. ഉത്ഭവത്തിനെ പറ്റി പറയുമ്പോൾ നമ്മള് സാധാരണ അതിന്റെ ഐതിഹ്യമാണ് പറയാറ്. അതായത് പരശുരാമനാണ് കടലിൽ നിന്ന് കേരളം വീണ്ടെടുത്തതും അവിടെയുള്ള ആൾക്കാരെ കളരിപ്പയറ്റ് പഠിപ്പിച്ചതും എന്നൊക്കെയാണ് ഐതിഹ്യം. അതേപോലെ തെക്കോട്ടാണെങ്കിൽ അഗസ്ത്യ മുനിയാണ് അവിടെ എത്തിയിട്ട് അവിടെ കളരിപ്പയറ്റ് പ്രചരിപ്പിച്ചതെന്നാണ് ഐതിഹ്യം. പക്ഷെ ഹിസ്റ്റോറിയൻസ് അത് അത് സബ്സ്ക്രൈബ് ചെയ്യില്ല. അവര് പറയും അതല്ല, ഐതിഹ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാവന നിറഞ്ഞ ഒരു 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 കഥ എന്നേ അവര് പറയുള്ളൂ. അപ്പൊ അതില് ഹിസ്റ്ററി അതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാല് ഈ പരശുരാമന്റെ കഥ വരുന്നത് ആര്യൻ കുടിയേറ്റത്തോടും 3000 കൊല്ലം മുമ്പേ നോർത്ത് ഇന്ത്യന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യന്റെ പല ഭാഗങ്ങളിലേക്കും ആര്യൻ കുടിയേറ്റം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗോത്രം, ഭാർഗവ ഗോത്രം എന്ന് പറഞ്ഞ ഒരു ഗോത്രം കേരളത്തിലേക്ക് വന്നു. കൊങ്കൺ വഴി വടക്ക് ഭാഗത്ത് നിന്ന് വന്നു. അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആയോധന സമ്പ്രദായം, അന്നുണ്ടായിരുന്ന നായാട്ടിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തരം സമ്പ്രദായം, ആയുധങ്ങളൊക്കെ ഉണ്ട്. അത് ആയിട്ട് മിങ്കിൾ ചെയ്ത് പരശുരാമൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആര്യന്മാർ കൊണ്ടുവന്ന ഈ ധനുർവേദ വിദ്യ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായവുമായി കൂടിക്കലർന്നിട്ട് കളരിപ്പയറ്റ് എന്ന ഒരു വലിയ കലയായി മാറി എന്നുള്ളതാണ് അതിന്റെ ചരിത്ര വസ്തുത. പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് പല കാലങ്ങളിലായിട്ടാണ്. ഇപ്പോ സംഘകാലം 200 BC മുതൽ 700 AD വരെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ സംഘകാലത്ത് ധാരാളം ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മൾ തമിഴ് സാഹിത്യങ്ങളിൽ കാണും. ആ സംഘകാലത്ത് കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു കല, കളരിപ്പയറ്റ് എന്ന് അതൊരു പേരില്ല, ആയോധന കല ഡെവലപ്പ് ചെയ്തു വന്നു. അതിനുശേഷം 7-9 നൂറ്റാണ്ടുകളിലാണ് ശാലകൾ ഉണ്ടായി, ബ്രാഹ്മിൻസിന്റെ ശാലകൾ. അവിടെ പഠനത്തോടൊപ്പം ഈ ആയുധ വിദ്യയും പഠിപ്പിച്ചിരുന്നു. അത് ഒരുപാട് ശാലകളുണ്ട്, കാന്തളൂർ, മൂഴിക്കുളം എന്നൊക്കെ പറയുന്ന കുറെ ശാലകൾ ഇന്നും ഉണ്ടത്. അത് വേറെ പ്രവർത്തനമായി മാറിയിരുന്നു. അപ്പോൾ അതിനുശേഷം ശാലകളുടെ പ്രവർത്തനം നിലക്കുന്നതോടുകൂടി 8-11
നൂറ്റാണ്ടുകളിൽ പെരുമാൾ ഭരണം വന്നു. പെരുമാൾ ഭരണം വന്ന സമയത്ത് ഇവിടെ അവര് കളരിപ്പയറ്റിനെ ധാരാളം പ്രോത്സാഹിപ്പിച്ചു. കാരണം അവർക്ക് സൈനികരെ ആവശ്യമുണ്ട്. അതിനുശേഷം 12ാം നൂറ്റാണ്ടോടുകൂടി നമ്മളെ പെരുമാൾ ഭരണം അവസാനിച്ചപ്പോഴാണ് കേരളം പല പല നാട്ടുരാജ്യങ്ങൾ സ്വരൂപങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടത്. ഇപ്പൊ കോലത്തിരി സ്വരൂപം, സാമൂതിരി, കൊച്ചി, തിരുവിതാംകൂർ എന്നൊക്കെ പറയും. അപ്പൊ ഇവര് തമ്മില് ഒക്കെ എപ്പോഴും ചെറിയ ചെറിയ യുദ്ധങ്ങളും അതിർത്തി തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സൈനികര് ഇറങ്ങുന്ന സമയത്ത് അവരൊക്കെ കളരിയിൽ പരിശീലിച്ച സൈനികരായിരുന്നു. അങ്ങനെ കളരിപ്പയറ്റിന് അങ്ങനെയാണ് ഒരു പ്രോത്സാഹനം സിദ്ധിച്ചതും അങ്ങനെയാണ് കളരിപ്പയറ്റിന്റെ ഒരു പഴയ ചരിത്രം നമ്മൾ വിലയിരുത്തുന്നത്. നമ്മൾ വിവിധ തരം, അതായത് 30ഓളം കലാരൂപങ്ങൾ ഈ കളരിപ്പയറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് സാറേ? കളരിപ്പയറ്റിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തച്ചോളി ഉദയന്റെയും ഉണ്ണിയാർച്ചന്റെയും ആരോമൊക്കെ കാലഘട്ടമാണ്. അത് 14ാം നൂറ്റാണ്ട് മുതൽ ഒരു 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് കളരിപ്പയറ്റ് ഈവൻ ഇവിടുത്തെ ജുഡീഷ്യറിന്റെ നീതിന്യായ വ്യവസ്ഥേന്റെ പോലും ഭാഗമായിരുന്നു. അത്ര വലിയൊരു ഇൻഫ്ലുവൻസ് കളരിപ്പയറ്റിന് അന്ന് ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അപ്പൊ ആ ഇൻഫ്ലുവൻസിന്റെ കാലത്തായിരിക്കണം ഈ നിങ്ങളിപ്പോ പറഞ്ഞ പോലെയുള്ള 30ഓളം മറ്റ് കലകളെ, 30ലേറെ കലകളെ കളരിപ്പയറ്റ് സ്വാധീനിച്ചത്. അത് രണ്ട് വിധത്തിലുള്ള സ്വാധീനമുണ്ട്. ഒന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ടുള്ള സ്വാധീനം, ഒന്ന് നേരിട്ടല്ലാണ്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്വാധീനം. ഇങ്ങനെയാണ്. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് തെയ്യം എന്ന് പറയുന്ന ഒരു കലയുണ്ട്. നമ്മുടെ നാടൻ കല വടക്കേ മലബാറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. തിറ എന്ന് പറഞ്ഞിട്ട് തെക്കേ മലബാറിലും ഉണ്ട്. അപ്പൊ ഈ തെയ്യം കലേന ഏറ്റവും കൂടുതൽ കളരിപ്പയറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, തെയ്യം കലാകാരന്മാര് അവരുടെ കഥാപാത്രങ്ങൾക്ക് ഈ ഒരു ജീവൻ നൽകണമെങ്കിൽ അവർ കളരിപ്പയറ്റിലെ ചലനങ്ങൾ പഠിച്ചിരിക്കണം, ആയുധം ഉപയോഗിക്കാനുള്ള വിദ്യകൾ അവർ പഠിച്ചിരിക്കണം. അതുകൊണ്ട് അവർ കളരിപ്പയറ്റ് നേരിട്ട് പഠിച്ചിരിക്കണം. അതാണ് ഒരു ഇൻഫ്ലുവൻസ്. രണ്ടാമത്തെ തെയ്യത്തിന്റെ ഇൻഫ്ലുവൻസ് കുറേം കൂടി ആഴത്തിലുള്ളതാണ്. അത് ഏറ്റവും നല്ല കളരിപ്പയറ്റ് വിദഗ്ധന്മാരെ തന്നെ സമൂഹത്തില് എണ്ണം പറഞ്ഞ ചില ആൾക്കാരുണ്ടായിരുന്നു. കഥാപാത്രങ്ങളല്ല, ശരിക്കുള്ള ആൾക്കാർ, ചരിത്ര പുരുഷന്മാർ. അവര് മരിച്ചുപോയ സമയത്ത് അവരുടെ അഭാവം അന്നത്തെ സമൂഹത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നു. അതുകൊണ്ട് അവര് ഈ ആൾക്കാരെ ദൈവക്കരുക്കളാക്കി മാറ്റി, അതായത് തെയ്യക്കരുക്കളാക്കി മാറ്റി. തെയ്യം എന്ന് പറഞ്ഞാൽ ദൈവം ആണ്. അങ്ങനെ ആക്കി മാറ്റിയിട്ട് അവരെ ആരാധിക്കുന്നത്. അത് ഇന്നും അതുകൊണ്ടാണ് തച്ചോളി തന്നെയും കാരികുരുക്കളെയും മന്നപ്പൻ എന്ന് പറയുന്ന കതിവനൂർ വീരനെയും വയനാട്ടു കുലവനെയും ഒക്കെ നമ്മളിപ്പോ ആരാധിക്കുന്നത്. അത് തെയ്യത്തിന്റെ മാത്രം ഒരു 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 പ്രത്യേകതയാണ്. പിന്നെ അതല്ലാതെ ഇപ്പൊ പൂരക്കളിയിലുള്ള ഈ ഡാൻസ് പോലെയുള്ള മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, കൈകൊട്ടി കളിക്കുന്നത് ഒക്കെ, അതൊക്കെ കളരിപ്പയറ്റിലെ മെയ്പ്പയറ്റിന്റെ അടവുകളാണ്. പിന്നെ കോലുകൾ കൊണ്ട് മുട്ടിക്കളിക്കുന്ന കളികള്, അത് നമ്മുടെ കളരിപ്പയറ്റിലെ കോൽത്താരിപ്പയറ്റിന്റെ വളരെ ലളിതമായ ഭാവമാണ് അതിലുള്ളത്. അത് താളവും പാട്ടും ഒക്കെ ഉണ്ടെന്ന് മാത്രം. കഥകളിനെ സ്വാംശീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കുഞ്ഞിമംഗലത്തുണ്ടായിരുന്ന കല്ലന്താറ്റിൽ ഗുരുക്കൾ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു കളരി അഭ്യാസിയുണ്ട്. അദ്ദേഹം ടിപ്പു സുൽത്താന്റെ കാലത്ത് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹമാണ് അവിടെ പോയിട്ട് അന്നത്തെ ആട്ടക്കളരി, അതായത് തിരുവിതാംകൂർ രാജാവിന്റെ ആട്ടക്കളരി, അവര് നടത്തിയിരുന്ന ആട്ടക്കളരിയില് ഈ കഥകളി നടന്മാരുടെ ദേഹഭാഷ മുഴുവൻ അവരെ ദേഹചലനങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോ അവരെ ഏറ്റവും നല്ല ദേഹചലനങ്ങൾ പഠിപ്പിച്ചത് ഈ കളരിപ്പയറ്റിലെ അടവുകൾ എടുത്തിട്ടാണ്. അതാണ് കളരിപ്പയറ്റും കഥകളിയായിട്ടുള്ള ബന്ധം. പിന്നെ കഥകളിയിലുള്ള ചില്ലറ യുദ്ധ ദൃശ്യങ്ങൾ, അതൊക്കെ വളരെ ലളിതമായിട്ടുള്ള കളരിപ്പയറ്റിലെ ചലനങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ കളരിയില് പ്രധാനമായിട്ടും ഈ തെക്കൻ കളരി അതുപോലെ വടക്കൻ കളരി എന്ന് വേർതിരിച്ചിട്ട് കേൾക്കാറുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം എന്താ യഥാർത്ഥത്തിൽ? ആ ഒരു വേർതിരിക്കൽ തന്നെ അൺസയന്റിഫിക് ആണെന്ന് ഞാൻ പറയാം. തെക്കൻ വടക്കൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് മുതലേ അത് പറയുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് തെക്കൻ വടക്കൻ, അടുത്ത കാലത്ത് മധ്യ കേരള എന്നും പറയുന്ന ഒരു ശൈലി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. വാസ്തവത്തില് നമ്മുടെ നൃത്തങ്ങൾ, പല നൃത്തങ്ങൾ ഇന്ത്യ മുഴുവനും കേരളത്തിലുണ്ട്. അതിനൊക്കെ വെവ്വേറെ പേരുകളുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞ് വെവ്വേറെ പേരുകൾ. അതേപോലെ തന്നെയാണ് ഈ കളരിപ്പയറ്റ് കേരളത്തിലുള്ള പല
പ്രദേശങ്ങളിലുള്ള കളരിപ്പയറ്റിന് വെവ്വേറെ പേരുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും വടക്ക് ഭാഗത്ത് തുളുനാടിനോട് ചേർന്ന് കിടക്കുന്ന പയ്യന്നൂർ മേഖലയിൽ അവിടുത്തെ കളരിപ്പയറ്റിന്റെ ശൈലീന്റെ പേര് വട്ടേന്തിരിപ്പ് എന്നാണ്. അത് ഒരു പ്രത്യേക ശൈലിയിലുള്ള കളരിപ്പയറ്റാണ്. അതിലും വടിപ്പയറ്റും മെയ്പ്പയറ്റും ഒക്കെ ഉണ്ടെങ്കിലും കൂടി ഒരു ശൈലി വ്യത്യാസമാണ്. അതുപോലെ കണ്ണൂർ ഭാഗം തലശ്ശേരി, കതിരൂര് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കളരിപ്പയറ്റിന് വേറൊരു പേരാ അറപ്പുക്കൈ എന്നാണ് അതിന്റെ പേര്. കളരിപ്പയറ്റാണെങ്കിലും അതിന്റെ സമ്പ്രദായത്തിന്റെ പേര് അറപ്പുക്കൈ. അതുപോലെ കളരിപ്പയറ്റിന്റെ ഏറ്റവും ഗംഭീരമായിരുന്ന സ്ഥലമായിരുന്ന കടത്തനാട്ട് വടകര ഏരിയ, തച്ചോളിയോദനൊക്കെ ജീവിച്ചിരുന്ന സ്ഥലത്തുള്ള അതിന്റെ പേര് പിള്ളതാങ്ങി എന്നാണ് ആ ശൈലീന്റെ പേര്. അതേപോലെ പിന്നെ തെക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പൊന്നാനി താലൂക്കിലുള്ള വല്ലഭട്ട എന്ന് പറയുന്ന സമ്പ്രദായം, ദ്രോണംപള്ളി, ഒടിമുറിശ്ശേരി അങ്ങനെയൊക്കെ പഴയ ശൈലികളാണ്. തിരുവിതാംകൂറിൽ എത്തുമ്പോഴത്തേക്ക് അത് അടിതടൈ, തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശൈലിയിൽ അടിതടൈ. അതിനാണ് ഇപ്പോൾ തെക്കൻ ശൈലി എന്ന് പൊതുവെ പറയുന്നത്. പിന്നെ വടക്കൻ ശൈലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശൈലിയല്ല ഉള്ളത്. കൂടുതലായിട്ടും നമ്മൾ ചെയ്തു വരുന്ന ഏത് ശൈലിയാ എല്ലായിടത്തും? ഇപ്പോ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ശൈലികൾ തമ്മിൽ ഒരുപാട് മിക്സ്ചർ നടന്നിട്ടുണ്ട്. കാരണം തച്ചോളിയോദയനൻ പിള്ളതാങ്ങി ശൈലിയിൽ കടത്തനാട്ട് പഠിച്ച ആളാണെങ്കിലും അദ്ദേഹം പല ദിക്കിലും വടക്കേ മലബാറിലും പല ദിക്കിലും സഞ്ചരിച്ചിട്ടുണ്ട്, പല കളരികളും സന്ദർശിച്ചിട്ടുണ്ട്. കരിന്തളം കളരി വരെ നീലേശ്വരത്തുള്ള അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭ്യാസം കണ്ടവരൊക്കെ അദ്ദേഹത്തിന് അനുകരിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ കാര്യഗുരുക്കൾ എന്ന് പറഞ്ഞ കുഞ്ഞിമംഗലത്തെ ഗുരുക്കള്, അദ്ദേഹം 10 കളരികൾ കടത്തനാട്ട് വരെ പോയിട്ട് 10 കളരികളിൽ പഠിച്ച ആളാണ്. അപ്പൊ അദ്ദേഹവും ശൈലിയുടെ സമന്വയം നടത്തിയ ആളായിരിക്കും. പിന്നെ ആധുനിക കാലത്തായത് ഈ കോട്ടക്കൽ കണാരം ഗുരുക്കൾ, അദ്ദേഹം കടത്തനാട്ടുകാരനായിരുന്നെങ്കിലും അദ്ദേഹമാണ് തലശ്ശേരിയിൽ വന്നിട്ട് കളരിയൊക്കെ ഇട്ട് അവിടെയുള്ള ആൾക്കാരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ശൈലി മിശ്രണം ഒരുപാട് സമന്വയം ഒരുപാട് നടന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് സാമാന്യമായിട്ട് പറയാൻ പറ്റുന്നത് അറപ്പുക്കൈ ശൈലി, അതായത് കണ്ണൂരിലും പരിസരത്തും ഒക്കെ ഉണ്ടായ ശൈലി, അതിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അഭ്യാസങ്ങൾ നിലവിലുള്ളത്. പക്ഷെ നമുക്ക് ഈ അഭ്യാസങ്ങൾ ഏതെല്ലാതാണ് എന്ന് വ്യവച്ഛേദിച്ചറിയാൻ പലപ്പോഴും പ്രയാസമുണ്ട്. അപ്പൊ ഒരാളിപ്പോ കളരി പഠിക്കാൻ തയ്യാറാവുന്നു, അപ്പൊ അയാൾ ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റേജ് എന്തായിരിക്കും? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്, എങ്ങനെയാ കടന്നു പോകുന്നത്? സാധാരണ ഒരു 7 വയസ്സിലാണ് കളരിപ്പയറ്റ് പഠിക്കാൻ ഏറ്റവും നല്ല പ്രായം തുടങ്ങാൻ. കാരണം ദേഹത്തിന്റെ എല്ലാ അവയവങ്ങളും ഏകദേശം മെച്ചുറായി വരുന്ന ഒരു സമയമാണ് 7 വയസ്സ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതാണ് ഏറ്റവും നല്ല സമയം. അത് എത്ര കൊല്ലം കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ളത് ഓരോരാളുടെ ദേഹത്തിന്റെ പ്രകൃതി, അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ്, പിന്നെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ കഴിവ്, ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് എത്ര കൊല്ലം പഠിക്കണം എന്നുള്ളത്. പിന്നെ ഇപ്പൊ സാധാരണ നിലയിൽ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ഒരു 1-2 മണിക്കൂറുകളാണ് കളരിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു 4-5 കൊല്ലം കൊണ്ട് കളരിപ്പയറ്റിലെ എല്ലാ അടവുകളും പഠിച്ചു തീർക്കാൻ സാധിക്കും. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അതിലൊരു നിഷ്ണാതനാവുന്നത് അത് ഓരോരാളുടെ കഴിവനുസരിച്ചിരിക്കും. കളരിപ്പയറ്റിലെ ഈ 4 വിഭാഗങ്ങളായിട്ടാണ് കളരിപ്പയറ്റ് പഠിക്കുന്നത്. അത് ആദ്യത്തെ വിഭാഗം മെയ്പ്പയറ്റാണ്. ദേഹത്തിന്റെ ചലനങ്ങൾ ഏറ്റവും നന്നാക്കുന്നതും ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചലനത്തിനും ചാട്ടത്തിനും തിരിയലിനും അറിയലിനും ബാലൻസ് കീപ്പപ്പ് ചെയ്യാനും ഒക്കെ പഠിക്കുന്ന ആ ഒരു ഇതാണ് മെയ്പ്പയറ്റ്. രണ്ടാമത്തെ ഘട്ടമാണ് കോൽത്താരിപ്പയറ്റ്, നമ്മളുടെ വടികൾ കൊണ്ടുള്ള പയറ്റ്. എന്റെ പിന്നിൽ കാണുന്ന ഇത് കെട്ടുകാരി എന്ന് പറയുന്ന കെയിൻസ് ആണ്, വടിയാണ്. അതുപോലെയുള്ള ചെറിയ വടികൾ, വളഞ്ഞിട്ടുള്ള ഒറ്റ എന്ന് പറയുന്ന വടിയിട്ട് അതിനെ കൊണ്ടുള്ള പയറ്റുകളാണ് രണ്ടാമത്തെ സ്റ്റേജ്. അത് പഠിച്ച് കുറച്ചാവുന്ന സമയത്താണ് മൂന്നാമത്തെ സ്റ്റേജായ അങ്കത്താരി എന്നത് അതിലെത്തുന്നത്. അങ്കത്താരി എന്ന് പറയുമ്പോൾ മൂർച്ചയുള്ള വെപ്പൺസ് കൊണ്ടുള്ള പയറ്റുകളാണ്. അത് വാള്, പരിച, കുന്തം, ഉറുമി, കഠാരം ഇതൊക്കെ അതിൽ വരും. പിന്നെ 4ാമത്തെ സ്റ്റേജാണ് വെറുങ്കൈ. നിരായുധനായി ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താനും ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയാനും ഒക്കെയുള്ള പഠനമാണ് ഈ വെറുങ്കൈ പ്രയോഗത്തിലുള്ളത്. അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് കളരിപ്പയറ്റ് പഠിക്കുന്നത്. നിലവിലിപ്പോ സാറിന് ഇങ്ങനെ ഒരു തോന്നലുണ്ട്, അതായത് കളരിപ്പയറ്റ് ഇത്രയും വലിയൊരു സംഭാവനയുള്ള കളരിപ്പയറ്റ് വേണ്ട രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തോ കേരളത്തിലോ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, ഇപ്പൊ അങ്ങനത്തെ തോന്നലില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ചെറുപ്പത്തിൽ കളരിപ്പയറ്റ് പഠിക്കുന്ന കാലത്ത് ഇത്രയൊന്നും കുട്ടികൾ കളരിയിൽ ഉണ്ടായിട്ടില്ല. അന്ന് പോപ്പുലേഷനും കുറവായിരിക്കും. പക്ഷെ ഇപ്പോ ധാരാളം കുട്ടികൾ നല്ല വൃത്തിയായിട്ട് പഠിപ്പിക്കുന്ന കളരികളിൽ
ധാരാളം കുട്ടികൾ ചേരുന്നുണ്ട്. പിന്നെ അതിനുള്ള പ്രോത്സാഹനവും ഒരു വിധത്തിലുണ്ട്, തീരെ ഇല്ല എന്ന് നമുക്ക് നിഷേധാത്മകമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഡിസ്ട്രിക്ട് ലെവലില് മത്സരം നടത്തുന്നുണ്ട്, അതിൽ ജയിച്ചവരെ സ്റ്റേറ്റ് ലെവലില്, അതിൽ ജയിച്ചവരെ നാഷണൽ ലെവലില്, പിന്നെ ഇപ്പൊ ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻസ്, അതിലൊക്കെ ജയിച്ചവർക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രേസ് മാർക്സ് സ്റ്റുഡൻസിന്, ഇതിൽ ജയിച്ചവർക്ക് ഗ്രേസ് മാർക്സ് കൊടുക്കുന്നു. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട്. പിന്നെ ജോലി കിട്ടാനുള്ള സാധ്യത സ്പോർട്സ് കോട്ടയിൽ പെടുത്തിയിട്ട് നല്ല കളരിപ്പയറ്റുകാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സാമാന്യമായിട്ട് ഒരു പ്രോത്സാഹനം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാ. പക്ഷെ അത് മതിയോ എന്ന് ചോദിച്ചാൽ എപ്പോഴും പോരാ എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ല, നമ്മളെ ഇപ്പം ജപ്പാൻ ആയിക്കോട്ടെ, ചൈന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ അവരുടേതായ മാർഷൽ ആർട്സിന് വലിയ രീതിയിലുള്ള പ്രചരണമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു ലോകവ്യാപകമായിട്ട് അത്രയും കണ്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചു. ഇല്ല, അത് സാധിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ്. ഇതില് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന പല എക്സസൈസസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സ് ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. രണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന് ഹൈ കിക്ക് എന്ന് പറയുന്നത്, ചവിട്ടിത്തു പൊന്തി ഒരു ബോളിന് ചവിട്ടല്. അത് വാസ്തവത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് കളരിപ്പയറ്റിലെ ഒരു ചെറിയൊരു അടവാണ്. അതേപോലെ മൾട്ടിപ്പിൾ ജമ്പ്, ഇന്നിപ്പോ പറയുന്ന ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് പറയുന്നത് ട്രിപ്പിൾ ജമ്പാണ് ഒളിമ്പിക്സിനുള്ള. അത് എനിക്ക് തോന്നുന്നത്, പിന്നെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, റിഡിക്കുലസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ വളരെ സിംപ്ലസ്റ്റ് ഓഫ് ജംപ്സ് ആണ്. അതിന് പകരം നമ്മുടെ മെയ്പ്പയറ്റില് മൾട്ടിപ്പിൾ ജംപ്സ് ഉണ്ട്. അടുത്ത് നോക്കി വലത്തേമൽ ചാടിക്കെട്ടി ചവിട്ടി താഴ്ചയിലമർന്ന് നീക്കിത്തെരുത്ത് ചവിട്ടി എന്ന് വായ്ത്താരി പറയുന്ന ഒരു മൾട്ടിപ്പിൾ ജംപ്സ്. ഇതൊരു ദേഹത്തിന്റെ ഒരുപാട് ഗുണങ്ങൾ അവിടെ പ്രദർശിപ്പിക്കേണ്ടി വരും. അതൊക്കെ കളരിപ്പയറ്റുനിന്ന് വേർതിരിച്ചെടുത്തിട്ട് ഒരു ഒളിമ്പിക് ലെവലിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയ ഇതാണ്. അത് ഒരു സംശയമില്ല. അന്യരാജ്യങ്ങളിൽ നിന്ന് ഈ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, അതുപോലെ ആക്ടേഴ്സ് ഒക്കെ ഈ കളരിപ്പയറ്റ് പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ സിലബസുകളിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് സാറിന് തോന്നുന്നു? അതെ, ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഈ തിയേറ്ററിന്റെ കാര്യത്തിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ കളരിപ്പയറ്റിന് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഒരു വലിയ തിയേറ്ററാണ് തെയ്യം. അതിൽ കളരിപ്പയറ്റ് ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റൊരു തിയേറ്ററാണ് കഥകളി. അതിന് ഏറ്റവും ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഫാക്ടറാണ് കളരിപ്പയറ്റ്. അതുപോലെ ഈ തിയേറ്ററിൽ വേണ്ട റിഫ്ലക്സസ്, ഏത് നടനായാലും, സാധാരണ തിയേറ്ററിലെ ഒരു നാടക നടനായപ്പോഴും റിഫ്ലക്സസ് ആവശ്യം. ആ റിഫ്ലക്സസ് ഡെവലപ്പ് ചെയ്യാൻ, അതിന്റെ മൂവ്മെന്റ്സ് സ്റ്റേജിന്റെ മേലെയുള്ള, അതൊക്കെ കളരിപ്പയറ്റ് കൊണ്ട് കൂടി വരും എന്നുള്ളതിന് വളരെ എവിഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് തിയേറ്റർ ആർട്ടിസ്റ്റ് പലരും വന്ന് പഠിക്കുന്നുണ്ട്. ഇത് അറിയുന്ന തിയേറ്റർ ആർട്ടിസ്റ്റ് നമ്മളെ കളരിയിൽ തന്നെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളുകളിൽ ഒരു സിലബസിന്റെ പോലെ ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, സയൻസ് എന്നിവ പഠിപ്പിക്കുന്ന പോലെ കളരിപ്പയറ്റ് സബ്ജക്ട് പഠിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല. അതിന് പകരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, സ്പോർട്സ് ആക്ടിവിറ്റി പോലെ വേണ്ടവർക്ക് പഠിക്കാം. അതിനുള്ള കോച്ചസിനെ, കളരിപ്പയറ്റിന്റെ കോച്ചസിനെ സ്കൂളുകളിൽ നിയമിക്കാം. അപ്പൊ അങ്ങനെ വന്നാല് കുറെ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കളരിപ്പയറ്റ് പഠിക്കും. അതിന് സ്പോർട്സ് ഐറ്റം പോലെ കോമ്പറ്റീഷൻസ്, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ്, ഡിസ്ട്രിക്ട് വൈസ്, അതിന്റെ മേലെയുള്ള സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ്, ഇതൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഒരു അക്കാഡമിക് ലെവലിൽ കളരിപ്പയറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറെ കളരിപ്പയറ്റുകാർ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം സാർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്? അതായത് എപ്പോഴാണ് കളരിപ്പയറ്റ് പഠിച്ചു തുടങ്ങിയത്? അതായത് എന്റെ അച്ഛൻ ചിറക്കൽ ശ്രീധരൻ നായർ കളരിപ്പയറ്റിന്റെ ഒരു വിദഗ്ധനായിരുന്നു. അദ്ദേഹമായിരുന്നു കളരിപ്പയറ്റിനെ പറ്റി ആദ്യമായിട്ട് പുസ്തകങ്ങൾ എഴുതിയതും അച്ചടിച്ചതും ഒക്കെ. അദ്ദേഹത്തിന്റെ മക്കളെ, എന്നെയും എന്റെ ജ്യേഷ്ഠനെയും വളരെ ചെറുപ്പത്തിൽ തന്നെ കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അത് പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഇത് കളരിപ്പയറ്റാണ്, ഇത് എന്തിനാ പഠിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. 4 or 5 വയസ്സുള്ള സമയത്ത് അച്ഛൻ കാണിച്ചിരുന്ന ചാട്ടങ്ങളൊക്കെ മറ്റു കുട്ടിക്കളികൾ പോലെ ചെയ്ത് ശീലിക്കല്, തിരിയലും മറിയലും ഒക്കെ ഉള്ളത്. പിന്നെ അച്ഛൻ തന്നെ 2 വടി എടുത്തിട്ട് ഒന്ന് അച്ഛൻ പിടിക്കും, ഒന്ന് നമുക്ക് തരും, എന്നിട്ട് മുട്ടിയിട്ടൊക്കെ ആക്കിയിട്ട് പയറ്റാണ്. അപ്പോ കളരിപ്പയറ്റാണ് എന്നൊന്നും അന്നറിയില്ല. പക്ഷെ പിന്നെ ക്രമേണ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കളരിയിൽ ചേർന്നു. അച്ഛന്റെ തന്നെ ശ്രീ ഭാരത് കളരിയിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയതാണ് ഇത് കളരിപ്പയറ്റ് എന്ന ഇതിന്റെ പേര്. ഇതൊരു ഡിഫെൻസീവ് ആക്ടിവിറ്റിയാണ്
ഒക്കെ മനസ്സിലായത്. അങ്ങനെ അതില് പഠിച്ച് അതിന്റെ എല്ലാ പഠനങ്ങളും നിർവഹിച്ചു എന്ന അച്ഛൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് കളരിപ്പയറ്റില് ആകൃഷ്ടനായത്. 1948 അച്ഛൻ ഈ കളരി ഇവിടെ തുടങ്ങിയത്, വളവട്ടം ശ്രീഭാരത് കളരി. അപ്പോ 47 സ്വാതന്ത്ര്യം നേടിയുകൊണ്ടാണ് 48 തുടങ്ങിയ കളരിക്ക് അച്ഛൻ ശ്രീ ഭാരത് എന്ന് പേരിട്ടത്. അതിനു മുമ്പേ അച്ഛൻ ഉണ്ടായിരുന്ന കളരി അതിന് രാജ്കുമാർ കളരി എന്നായിരുന്നു പേര്. ഈ പൊതുവെ കളരീനെ പറ്റിയിട്ട് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏതെങ്കിലും ഒരാളെ അടിച്ചു വീഴ്ത്താൻ അല്ലെങ്കിൽ നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയോ അങ്ങനെയാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനാണോ നമ്മൾ കളരി പഠിക്കുന്നത്? അത് കളരിപ്പയറ്റിനെ പറ്റി, അത് കളരിപ്പയറ്റിന്റെ ഒരു ഫിലോസഫി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ആയോധന കല യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു കലയായിട്ടാണ് കളരിപ്പയറ്റിനെ നമ്മൾ വിലയിരുത്തുന്നതെങ്കിലും കൂടി അതില് ഒരു ആയുധ സദാചാരത്തിന്റെ അല്ലെങ്കിൽ മാനസിക പക്വത നേടുന്നതിന്റെ ഒരു ഫിലോസഫിയും കൂടി അതിലുണ്ട്. അത് അതിന്റെ ഉപരിവിദ്യകളിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ ഒരു ശിഷ്യന് ഡിഫെൻസീവ് ആക്ടിവിറ്റി, പ്രതിരോധം പഠിപ്പിക്കുന്ന കലയായിട്ടാണ് കളരിപ്പയറ്റ് വരുന്നത്. ഉപരിവിദ്യ ആയ ഇപ്പൊ മറപിടിച്ച് കുന്തപ്പയറ്റ് എന്നൊക്കെ പറയുന്ന ഉപരിവിദ്യയുണ്ട്. അതിലേക്ക് എത്തുന്ന സമയത്ത് ശിഷ്യന് ഏറ്റവും നല്ല ആയുധം നൽകുകയും താണ ആയുധം ഗുരുനാഥൻ എടുക്കുകയും ചെയ്തിട്ട് അത്തരത്തിൽ ശിഷ്യന്റെ മുമ്പിൽ തോറ്റുകൊടുക്കുക എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കളരിപ്പയറ്റിൽ കാണിക്കുന്നത്. അത് കാണിക്കുന്നത് ഒരു ശിഷ്യൻ പ്രതിരോധത്തിൽ ഊന്നി അദ്ദേഹത്തിന്റെ മനസ്സ് ശരിക്കും പരിപക്വമായതിനു ശേഷം മാത്രമേ ആക്രമണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കിയിട്ട് കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങിയാൽ ഈ ഡിസിപ്ലിൻ ഇല്ലായിക, അല്ലെങ്കിൽ ഞാൻ കുറെ കളരിപ്പയറ്റ് പഠിച്ചു അതുകൊണ്ട് 4 ആളെ അടിച്ചിട്ടേക്കാം എന്നുള്ള തോന്നിച്ച ഉണ്ടാവുകയില്ല. അത് വളരെ 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 കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. യുവാക്കൾ മുഴുവൻ അട്രാക്റ്റഡ് ആവുന്നത് ജിമ്മിൽ പോവുക, മസിൽ ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തില് എന്താണ് ഈ കളരിയുടെ ഒരു പ്രസക്തി? അത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ അച്ഛനും ആദ്യകാലത്ത് ജിമ്മിലായിരുന്നു ആകർഷണമായത്. ഈ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ജിമ്മിൽ പോയി നല്ല ബോഡി ഉണ്ടാക്കുക, മസിൽ കൺട്രോൾ മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ അന്നേരമാണ് അച്ഛന്റെ ഒരു സ്നേഹിതൻ ചോദിച്ചത്, നിങ്ങളെ നല്ല തടിയൊക്കെ തന്നെ, പക്ഷെ ആരെങ്കിലും ആക്രമിച്ചാൽ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ അത് റിയലൈസ് ചെയ്തത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ശരിയാണല്ലോ, അതിനെന്താ വിദ്യ? അപ്പൊ പറഞ്ഞു, കളരിപ്പയറ്റ് പഠിക്കണം. അങ്ങനെയാണ് അച്ഛൻ കളരിപ്പയറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അത് അച്ഛന് 17 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അന്നേരം നല്ലൊരു ദേഹം ഉണ്ടായിരുന്നതുകൊണ്ട് മെയ്പ്പയറ്റും മറ്റുള്ള പയറ്റൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ജിമ്മിൽ പോകുന്നതിന് ഒരു തെറ്റൊന്നുമില്ല. പല ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഡാൻസ് ഇഷ്ടം എന്ന് വെച്ചാൽ അയാൾ ഡാൻസിൽ പഠിക്കട്ടെ, അയാൾക്ക് അതിലാണ് സാമർഥ്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാം. അത് നമ്മൾ അത് പഠിക്കണ്ട, കളരിപ്പയറ്റ് പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല. നമ്മള് സ്കൂളുകളിൽ ഇപ്പൊ പാഠപുസ്തകങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, അക്കാഡമികമായിട്ട് ഒരു പാഠ്യവിഷയമായിട്ട് പഠിപ്പിക്കുക, അങ്ങനെ വേണ്ട. ഇപ്പൊ അതിന്റെ പാഠപുസ്തകങ്ങളിൽ കളരിപ്പയറ്റിനെ പറ്റിയുള്ള ഇത്തരം കാര്യങ്ങൾ, അതിന്റെ ഫിലോസഫി, അതിന്റെ എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്, അതിന്റെ സയന്റിഫിക് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതുകൊണ്ട് നമ്മളെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ദേഹത്തിൽ, അതില് എന്താ ശൈലീ രോഗങ്ങൾ എങ്ങനെ അതുകൊണ്ട് ഇല്ലാണ്ടാക്കാം, അത്തരത്തിലുള്ള സയന്റിഫിക് ശാസ്ത്രീയമായ കാര്യങ്ങൾ കാണിക്കുന്ന പാഠങ്ങൾ ഓരോ ക്ലാസ്സുകളിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കളരിപ്പയറ്റിനൊരു പ്രചാരം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിന് ഈ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, ഇത് അടിപിടി കൂടാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ അതില്ലാണ്ടാവും. ഇതിന്റെ ഫിലോസഫി ആൾക്കാർക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് അതിന്റെ ഒരു കാര്യം. അതുകൊണ്ട് ഡാൻസ് പഠിക്കേണ്ടവർ അത് പഠിക്കട്ടെ, പാട്ട് പഠിക്കേണ്ടവർ അത് പഠിക്കട്ടെ, കളരിപ്പയറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് പഠിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നാട്ടിൽ ഒരുക്കേണ്ടത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കല് നമ്മൾ നടത്തണം, എന്താണ് കളരിപ്പയറ്റ് എന്നുള്ളത്, അല്ലെ? അതെ, അതാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പഠന വിഷയമായിട്ട് ഇപ്പൊ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് അതിന് ഒരു ആയോധന കല എന്നുള്ള രീതിയിലായിരുന്നു പ്രസക്തി. അപ്പോ കളരിയിൽ പോകുന്നത് സൈന്യം, അന്നത്തെ ഒരു രാജാവിന്റെ കീഴിൽ ഒരു സൈന്യത്തിലെ ഒരു അംഗമാവണം എന്നുള്ള രീതിയിലാണ്. പിന്നെ ചേകവനാവാൻ പോകും. ഇപ്പൊ ജുഡീഷ്യറിന്റെ പാർട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും ശണ്ഠയുണ്ടായാല്, ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാല്
അത് തീർക്കാൻ ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ നാടുവാഴിക്ക് പോലോ സാധിച്ചിട്ടില്ലെങ്കിൽ 2 ചേകവന്മാരെ വാടകയ്ക്ക് എടുത്തിട്ട് അവരംഗം വെട്ടിയിട്ട് അതിൽ ജയിക്കുന്ന ചേകവന്റെ ഭാഗം, അതിന് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥേന്റെ തന്നെ ഭാഗമായിരുന്ന കാലത്ത് ഈ കളരിപ്പയറ്റ് പഠിക്കും ചേകവനാവും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ ആ ഒരു അംശം അതിലുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടം പോയി. ഇന്ന് അതിനൊരു സ്പോർട്സ് ആക്ടിവിറ്റി എന്നുള്ള നിലയിലും ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിയേറ്റർ റിഫ്ലക്സസ് ഡെവലപ്പ് ചെയ്യാനും ആക്ടിവിറ്റി നമ്മുടെ ദേഹത്തിന്റെ ചലനങ്ങൾ ഭംഗിയാക്കാനും മാനസിക സംസ്കരണത്തിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ കളരിപ്പയറ്റിനെ കാണും, പ്രാക്ടീസ് ചെയ്യുകയും ആണ് ഇനി വേണ്ടത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അത് ഇന്നിപ്പോ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഉണ്ട്, നമുക്ക് പഴയ രീതിയിലുള്ള ആ ഒരു യുദ്ധമുറയുടെ ആവശ്യമില്ല. അതെ, അതും ഒരു കാരണമാണ്. പഴയ യുദ്ധമുറ എന്നുള്ളതിൽ നമ്മൾ വാളും പരിചയം കൊണ്ട് അത് പോർച്ചുഗീസുകാർ വന്നപ്പോ തന്നെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പൊ തച്ചോളിയോധനൻ പോലും വെടികൊണ്ടിട്ടാണ് മരിച്ചത്. പോർച്ചുഗീസുകാരുടെ ഉണ്ടയുള്ള വെടിയാണ് തച്ചോളിയോധന് മരണകാരണമായത്. അപ്പോ അന്ന് തന്നെ അതിന്റെ കളരിപ്പയറ്റിന്റെ അപചയം സംഭവിച്ചതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. മോസ്റ്റ് മോഡേൺ വെപ്പൺസ് വന്നു. അപ്പൊ കളരിപ്പയറ്റിലെ വെപ്പൺസ് ഒന്നും പ്രസക്തി ഇല്ലാണ്ടായി. അതുകൊണ്ട് ഇനി അത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രദർശന വസ്തു എന്നുള്ള നിലയിലും റിഫ്ലക്സസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കണം. അത് വളരെ നല്ലത്. പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. സാർ നേരത്തെ പറഞ്ഞു 7 വയസ്സാണ് ഇത് കളരിപ്പയറ്റ് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വയസ്സ്. യഥാർത്ഥത്തിൽ ഇപ്പോ 24 വയസ്സുള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഇത് പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അത് പക്ഷേ 7 വയസ്സുള്ള കുട്ടീന്റെ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് ദേഹത്തിന് കിട്ടൂല എന്ന് മാത്രം. ഇപ്പൊ ഞങ്ങളുടെ കളരിയിൽ തന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് വരുന്ന പേരൻസ്, അച്ഛന്മാരും അമ്മമാരും ഒക്കെ അവരും കളരിപ്പയറ്റ് പഠിക്കുന്നുണ്ട്. അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവരുടെ ദേഹത്തിന്റെ നാച്ചുറൽ ചലനങ്ങൾ കുറച്ചും കൂടി മെച്ചമാക്കാൻ വേണ്ടി അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല. അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കുറച്ച് പ്രായമുള്ളവർക്കും കളരിപ്പയറ്റ് പഠിക്കാൻ സാധിക്കണം. അത് വളരെ നല്ലതാണ്. പിന്നെ വേറൊന്ന്, കളരിപ്പയറ്റ് പ്രചരിപ്പിക്കണമെങ്കിൽ ഈ കളരിപ്പയറ്റ് അറിയുന്ന ഗുരുക്കന്മാര് അവർക്ക് അറിയുന്ന വിദ്യനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ഒന്ന് എഴുതി ഫലിപ്പിക്കും. അത് ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടാവണം. അപ്പൊ എന്റെ അച്ഛനാണ് അതിൽ ഗ്രന്ഥം ഉണ്ടാവാൻ ആദ്യം ഗ്രന്ഥം ഉണ്ടാക്കിയത്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അച്ചടിച്ച ഗ്രന്ഥങ്ങൾ. പിന്നെ അതിനുശേഷം ഞാനും ഒരു 5-6 ഗ്രന്ഥങ്ങൾ അതിനെപ്പറ്റി എഴുതി അച്ചടിച്ചു. 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രചരിപ്പിക്കണം. പിന്നെ ഇപ്പം വീഡിയോ ഇത് ചെയ്യാം. പിന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് പ്രചരിപ്പിക്കാം. ഓൾ ഇന്ത്യ റേഡിയോയില്, DD-യിൽ ഇങ്ങനെയുള്ള ഒരുപാട് മാർഗങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതൊക്കെ ഒരു രഹസ്യ സ്വഭാവം കളരിപ്പയറ്റിന് നമ്മൾ കാണിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഹ്വാനം. എന്തായാലും കൂടുതൽ യുവാക്കളിലേക്ക് കളരിപ്പയറ്റ് ചെന്നെത്തട്ടെ, കൂടുതൽ ആളുകൾക്ക് ഇത് പഠിക്കാൻ സാധിക്കട്ടെ, ഇത് കൂടുതൽ ആളുകൾ കളരിപ്പയറ്റിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ. എന്തായാലും ABC മലയാളത്തിൽ വന്നതിന് വലിയ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു, നന്ദി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.